അടുത്തത് പഴശ്ശി കലാപങ്ങളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ കേരളവർമ്മ പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട നിരവധി കലാപങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയതായിരുന്നു പഴശ്ശി കലാപം. പഴശ്ശി കലാപത്തിൻ്റെ വീരപുരുഷൻ കേരളവർമ്മ പഴശ്ശിരാജയാണ്. പഴശ്ശി സമരങ്ങൾക്ക് രണ്ട് ഘട്ടങ്ങളുണ്ടായിരുന്നു. ഒന്നാം ഘട്ടത്തിൻ്റെ കാലഘട്ടം 1793 മുതൽ 97 വരെയാണ്. ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയ്ക്ക് വാഗ്ദാനം ചെയ്യാനുള്ള കാരണമാണ് അടുത്തതായിട്ട് പറയുന്നത്. മൈസൂരിലെ ഭരണാധികാരികൾക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചതിന് പകരമായിട്ടാണ് ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം നികുതി പിരിക്കാനുള്ള അധികാരം കമ്പനി നൽകിയത് കുറുമ്പ്രന്നാട്ടെ വീരവർമ്മയ്ക്കാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ച് തിരിയാനുള്ള കാരണം കോട്ടയം പ്രദേശത്തെ നികുതി പിടിക്കാനുള്ള അധികാരം നൽകാത്തതും വയനാടിനുമേൽ അവകാശവാദം ഉന്നയിച്ചതുമാണ്. നായർ സമുദായാംഗങ്ങൾ, മാപ്പിളമാർ, ഗോത്രജനത എന്നിവരടങ്ങിയ പഴശ്ശി പട്ടാളം കമ്പനി സൈന്യത്തെ ശക്തമായി ചെറുത്തു. ഇംഗ്ലീഷുകാരെ വയനാട്ടിൽ നിന്ന് പുറത്താക്കാനായി പഴശ്ശി മൈസൂരിൻ്റെ സഹായം തേടി. ഒളിപ്പോര് നടത്താൻ പഴശ്ശിയെ സഹായിച്ചവരാണ് അടുത്തത്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ചെമ്പൻ പൊക്കർ, കൈത്തേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്യർ നേതാവായ തലയ്ക്കൽ ചന്തു എന്നിവരാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിക്കുന്നത് പഴച്ചിരാജ, കെട്ടിയോട്ട് രാജ എന്നീ പേരുകളിലാണ്. 1797 ബ്രിട്ടീഷുകാർ പഴശ്ശിയുമായി അനുരഞ്ജനത്തിലേർപ്പെട്ടതോടെ പഴശ്ശി വിപ്ലവത്തിൻ്റെ ഒന്നാം ഘട്ടം അവസാനിക്കുകയുണ്ടായി. പഴശ്ശി കലാപത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ച വർഷം 1800 കലാപകാരികളെ വയനാട്ടിൽ മാത്രമായി ഒതുക്കി നിർത്താനുള്ള ആസൂത്രണം നടത്തിയത് കേണൽ വെല്ലസ്ലിയാണ്. പഴശ്ശിരാജയുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്ന പ്രധാന വിഭാഗങ്ങൾ കുറിച്യരും കുറുമ്പരുമാണ്. പുൽപ്പള്ളിയിൽ കോൽക്കാർ എന്ന തദ്ദേശീയ സൈന്യത്തെ അണിനിരത്തി പഴശ്ശിരാജയ്ക്കെതിരെ പട നയിച്ച തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് ഹാൾവി ബേബർ. പഴശ്ശിരാജ കൊല്ലപ്പെട്ടത് 1805 നവംബർ 30-നാണ്. പഴശ്ശിരാജയുടെ മൃതശരീരം തോമസ് ഹാർവി ബേബാസ് തൻ്റെ പല്ലക്കിൽ വഹിച്ചുകൊണ്ട് മാനന്തവാടിയിൽ കൊണ്ട് വന്ന് ആചാര ബഹുമതികളോടെ സംസ്കരിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് പഴശ്ശിരാജ നടത്തിയ യുദ്ധരീതി പറയുന്ന പേരാണ് ഒളിപ്പോർ. അടുത്തത് പഴശ്ശിരാജാവിൻ്റെ ജീവിതം ഇതിവൃത്തമാക്കി കേരളസിംഹം എന്ന പേരിൽ ചരിത്ര നോവൽ എഴുതിയത് സർദാർ കെ. എം. പണിക്കരാണ്. കേരളസിംഹം എന്ന ചരിത്ര നോവലിൽ ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. പഴശ്ശിരാജയുടെ അവസാന യാത്രയാണ് അടുത്തത്. പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി രാജപത്നിയെ മറ്റൊന്നിൽ കയറ്റി. അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാള കാവലോടെ മാനന്തവാടിയിലെത്തിച്ചു. മൃതശരീരത്തോടൊപ്പം എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യ വിധി പ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകി. ഇങ്ങനെ ഒരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി. മുകളിൽ കൊടുത്തിരിക്കുന്നവ പറഞ്ഞത് TH ബേബറാണ്. 1805 ഡിസംബർ 31-ന് ബേബർ മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടർ അയച്ച കത്തിലൂടെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ഒരു പ്രക്ഷോഭകാരി ആണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ സ്വാഭാവിക മുഖ്യന്മാരിൽ ഒരുവനും അക്കാരണത്താൽ പരാജിതനായ വെറുമൊരു ശത്രു എന്നതിനുപരി പരിഗണിക്കപ്പെടേണ്ടവനുമാകുന്നു. എല്ലാ വർഗക്കാരിലും പഴശ്ശിരാജയോട് നിശ്ചിതമായ താല്പര്യമുണ്ടായിരുന്നു. തൻ്റെ മരണത്തിന് പോലും മറയ്ക്കാനാകാത്ത വിധത്തിൽ ഇന്നാട്ടുകാർ അദ്ദേഹത്തെക്കുറിച്ച് ഭക്തിയുടെ സീമയിലെത്തുന്ന സ്നേഹാദരങ്ങൾ പുലർത്തിപ്പോന്നു. അടുത്തത് കുറിച്യ കലാപമാണ്. പഴശ്ശി കലാപം അടിച്ചമർത്തിയ ശേഷം ബ്രിട്ടീഷുകാർ വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരുടെയും കുറുമ്പരുടെയും തുണ്ടു ഭൂമികൾ പിടിച്ചെടുത്തു. പഴശ്ശി കലാപത്തിൽ അവർ പങ്കെടുത്തതിലുള്ള പ്രതികാരമായിട്ടാണ് ഈ ഭൂമി പിടിച്ചെടുത്തത്. കൂടാതെ അവർ പരമ്പരാഗത രീതിയിൽ വനത്തിൽ നടത്തുന്ന വെടിച്ചുട്ടു കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിക്കുകയും ബ്രിട്ടീഷുകാർ അവരോട് സാധനത്തിന് പകരം പണം നികുതിയായി അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര കലാപമാണ് കുറിച്യ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുറിച്യ കലാപം ആരംഭിച്ച 1812 മാർച്ചിലാണ്.
കലാപകാരികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന രാമനമ്പി അഥവാ രാമമൂപ്പനാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയ വയനാട്ടിലെ ഗോത്ര വിഭാഗമാണ് കുറിച്യർ കുറുമ്പൻ. 1812 നടന്ന കുറിച്യ കലാപത്തിൻ്റെ കാരണങ്ങളാണ് അടുത്തതായിട്ട്. ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് തുടങ്ങിയവയാണ് ഇതിൻ്റെ കാരണങ്ങൾ. ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ പിടികൂടി വധിച്ചത് 1812 മെയ് 1-നാണ്. ബ്രിട്ടീഷുകാർ കുറിച്യ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് മാസത്തോടെയാണ്. കുറിച്യർ കലാപത്തെക്കുറിച്ച് ടിയറ്റ് പേപ്പർ രേഖപ്പെടുത്തിയത്, ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്നുള്ളതാണ്. അടുത്തത് വേലുത്തമ്പിയും പാലിയത്തച്ഛനുമാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ബ്രിട്ടീഷ് പ്രസിഡന്റായി കേണൽ മെക്കാളയെ നിയമിച്ച വർഷം 1800-ലാണ്. 1805 ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലെ ഭരണാധികാരിയുമായി സ്ഥായിയായ സൗഹൃദത്തിൻ്റെയും ആശ്രയത്വത്തിൻ്റെയും ഒരു സന്ധിയിൽ ഒപ്പുവെച്ചു. ഇത് ഫലത്തിൽ തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് അന്ത്യം കുറിച്ചു. കപ്പം അടച്ചു തീർക്കാൻ റെസിഡന്റ് നിർബന്ധം ചെലുത്തുകയും ഒപ്പം തന്നെ രാജ്യത്തിന് ഒരു വൻ തുക നൽകേണ്ടിയിരുന്ന മാത്തു തരകൻ എന്നയാളുടെ ഭൂമി കണ്ടുകെട്ടാൻ വേലുത്തമ്പി പുറപ്പെടുവിച്ച കൽപ്പന അദ്ദേഹം റദ്ദാക്കുകയും ചെയ്തു. ഇതെല്ലാം കമ്പനിക്കെതിരായി ഒരു സായുധ കലാപം സംഘടിപ്പിക്കാൻ ദളവയെ പ്രേരിപ്പിച്ചു. ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് തിരുവിതാംകൂർ നേതൃത്വം നൽകിയത് വേലുത്തമ്പി ദളവയാണ്. പിന്നെ ബ്രിട്ടീഷുകാരുമായി സായുധ സമരത്തിന് തയ്യാറെടുത്ത വേലുത്തമ്പി കൊച്ചി ദിവാനായ പാലിയത്തച്ഛനുമായി രഹസ്യ സഖ്യത്തിലേർപ്പെട്ടു. തുടർന്ന് വേലുത്തമ്പിയും പാലിയത്തച്ഛനും കോഴിക്കോട് സാമൂതിരിയുടെയും മൗറീഷ്യസിലുള്ള ഫ്രഞ്ചുകാരുമായും രഹസ്യമായ ആശയവിനിമയം നടത്തി. തിരുവിതാംകൂറിലെ ആഭ്യന്തര കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച തിരുവിതാംകൂർ ദിവാനാണ് വേലുത്തമ്പി ദളവ. പിന്നെ വേലുത്തമ്പി ദളവൻ്റെയും പാലിയത്തച്ഛൻ്റെയും ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് താഴെ. പിന്നെ കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച കൊച്ചി ദിവാനാണ് പാലിയത്തച്ഛൻ. കലാപം തുടരവെ കുണ്ടറയിലെത്തിയ വേലുത്തമ്പി ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്നതിനായി അവരോട് ആവേശോജ്വലമായ ഒരു ആഹ്വാനം നടത്തി. ഇതറിയപ്പെടുന്നത് കുണ്ടറ വിളംബരം എന്നാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വിളംബരമാണ് ഈ കുണ്ടറ വിളംബരം എന്ന് അറിയപ്പെടുന്നത്. ഈ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809 ജനുവരി 11-നാണ്. ഏത് ബ്രിട്ടീഷ് റെസിഡൻറ്റിൻ്റെ ഔദ്യോഗിക വസതിയാണ് തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ചത്? മെക്കാളേൻ്റെയാണ്. പിന്നെ ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിച്ചതോടെ പാലിയത്തച്ഛൻ വേലുത്തമ്പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ചു. പുതിയ ദളവയായ ഉണ്ണിത്തമ്പി വേലുത്തമ്പിയെ പിടിക്കാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും അദ്ദേഹത്തെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. പിന്നെ തുടർന്ന് മണ്ണടിയിൽ വേലുത്തമ്പി അഭയം തേടിയ ഭവനം തിരുവിതാംകൂറിൻ്റെയും ബ്രിട്ടീഷുകാരുടെയും സൈന്യം വളഞ്ഞു. ജീവനോടെ പിടിക്കുന്നത് മൂലമുണ്ടാകുന്ന നാണക്കേട് ഒഴിവാക്കാനായി അദ്ദേഹം ആത്മഹത്യ ചെയ്തു. പിന്നെ വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രമാണ്. 1809 പത്തനംതിട്ടയാണ്. പിന്നെ വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയിലാണ്. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം കണ്ണമ്മൂലയാണ്. പാലിയത്തച്ഛനെ നാടുകടത്തിയത് മദ്രാസിലേക്കാണ്. ബ്രിട്ടീഷുകാരുമായുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചത് പഴശ്ശിരാജ, വേലുത്തമ്പി, പാലിയത്തച്ഛൻ എന്നിവരുടെ പരാജയത്തോടെയാണ് ബ്രിട്ടീഷുകാരോടുള്ള നാടുവാഴികളുടെ എതിർപ്പ് അവസാനിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്.